ഇങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട, നേരെ അങ്ങോട്ട് തൊഴിച്ചൂടില്ല. എന്താ ഇവിടെ കളിച്ചത്? വരും വരും വരും. ചായ വേണ്ടി ഒരു വരി. വെള്ളം ചേർക്കാൻ നല്ല ആട്ടിന്റെ പാലിന്റെ ചായ, നല്ല ഫ്രഷ് ചായ. ചായ വേണ്ടി ഒരു വരി. വരും വരും വരും. വേഗം ഇളകി നടക്കണോ? എന്തൊരു മയ്യത്തും ഉണ്ടോണ മാതിരി. ഇവിടെ കച്ചവടം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചന്തയിലേക്ക് പോവേ. എനിക്ക് ചായ എടുക്കട്ടെ? തിന്നാൻ എന്തൊക്കെയുണ്ട് മമ്മുക്ക? ഓർഡർ തന്നാലേ നല്ല കോഴി പൊരിച്ചും ചപ്പാത്തിയും തരാം, നല്ല ഫ്രഷ് ആയിട്ട്. എന്തേ അതിന് എപ്പോഴാ കിട്ടണത്? എടോ മാവ് കുഴച്ച് വെച്ചിക്കണ്, കോഴി തൂങ്ങി കിടക്കണ്. നിങ്ങൾ ഓർഡർ തരും. അതൊക്കെ ഇനി കരിച്ചും പൊരിച്ചും ഒക്കെ എടുക്കാൻ സമയം കുറെ വേണ്ടേ മാമുക്ക? അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കാനോ? ഇതില് ഫസ്റ്റ് ഒരു കഥയുണ്ട്. ഇത് വായിച്ച് കഴിയുമ്പോഴേക്ക് കോഴി പൊരിച്ചും ചപ്പാത്തിയും റെഡി. എന്തിന് വീണ ബാപ്പ പരപ്പുറത്ത്. എവിടെ എവിടെ? പരപ്പുറത്തിടോ. ബാപ്പ നിസ്കരിക്കാൻ വേണ്ടി കയ്യും കാലും കയറിയാൽ കെന്റിന്റെ അടുത്തേക്ക് പോയി. കാല് വെച്ച് കെന്റിന്റെ അകത്തേക്ക് ബ്ലും, അതവിടെ കിടക്കുന്നു. ഒച്ചയും വിളിയൊക്കെ കേട്ട് ആളുകൾ ഓടി വന്നപ്പോ ബാപ്പ പരപ്പുറത്തിടോ. എന്റെ ദൈവമേ, അതെന്തൊരു സൂത്രം! ഇംഗ്ലീഷ് സൂത്രവും മൂത്രവും തെരഞ്ഞെടുക്കണ്ട. നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കി. അറിവില്ലാതെ നമുക്ക് ഈ ദുനിയാവിൽ കഴിഞ്ഞുവിടാൻ പറ്റുമോ? ഇത് വായിച്ചു കുറച്ച് അറിവുണ്ടാക്കി. എന്നാ ഇത് ഫ്രീ ആണോ? അല്ലോ, ഫ്രീയോ? അന്റെ മോളെ നമ്മൾ കെട്ടിക്കണം. ഫ്രീ ആരെ? എടോ, 1.75 കമ്പനി വില. അതിൽ 5 പൈസ നമ്മളെ കമ്മീഷൻ. അത് നമ്മൾ വിട്ടിക്കണേ. കഴിച്ച് 1.70 കൊടുത്താ ഒന്ന് വായിച്ചു നോക്ക്. നോക്കണോ? മാനദം. ഏതായാലും അതവിടെ തൂക്ക്. എന്നിട്ട് ഞങ്ങൾക്ക് ചൂടുള്ള ഓരോ ചായയും ബന്നുന്താ. അപ്പം കോഴി ഇറച്ചി ചപ്പാത്തിയും വേണ്ട? അതിനൊക്കെ വേറെ ആള് വരും മമ്മുക്ക. ഞങ്ങൾക്ക് ചായയും പണ്ണുന്താ. തര മമ്മുക്ക. ആട്ടിന്റെ പീഞ്ഞോട്ടെ ബാപ്പ. ആ പിന്നെ മോളെ ഞാൻ കൂടുണ്ടല്ലോ. ആ എന്തേ മുതലാളി? എടോ, ഓ സാറേ എന്തോ ഇത് കൊള്ളാല്ലാടോ. മുതലാളി ഇങ്ങോട്ട് വന്നേ. ദിവസം എന്ത് വിറ്റുവരവുണ്ടാകും? അതോ ഞമ്മളെ പള്ളക്കടിക്കല്ലേ മുതലാളി കേട്ടോ. ഇതിന് വലിയ കച്ചവടമൊന്നും കിട്ടൂലെന്ന്. രാവിലെ തൊട്ടിച്ച് മോന്തി വരെ ഈ ദുനിയാവ് മുഴുവൻ തള്ളിക്കൊണ്ട് നടന്നാല് എന്തെങ്കിലും 4.75 ഇതിന് കിട്ടൂ. ഇപ്പൊ ആണെങ്കിൽ ഇതിലൊന്നും കിട്ടുന്നുമില്ല. നിങ്ങളിത് കണ്ടിട്ട് അവിടെ പോയി മാതിരി 10 ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ നമ്മളെ പള്ള പട്ടിനായി പോവും. ഒന്ന് പറഞ്ഞു പഠിച്ച് സായിപ്പേ കൂടി ചെല്ലി. ഇപ്പൊ അവൻ പറഞ്ഞ നേരാ. അല്ല തിന്നോളി. റഹ്മാനായ തമ്പുരാനെ നീ കാത്ത്. മുന്തിയ സാധനാണ്. അബൂജായിൽ കടപ്പുറത്തിറങ്ങി പോയി. ഭയങ്കര പുള്ളി തന്നെ. 5 പൈസ ആദായം കിട്ടുമെന്ന് കണ്ട കൊച്ചുവാ മുതലാളി വിടില്ല. അങ്ങനെയല്ലേ ഇക്കണ്ട പൈസ മുഴുവൻ ഉണ്ടാക്കിയത്. ഇപ്പൊ കൊച്ചുവാ മുതലാളി എന്ന് പറഞ്ഞാൽ ആരാണ്? കോടീശ്വരന്റെ കോടീശ്വരൻ കണ്ടാ തോന്നൂ. സ്വത്ത് സമ്പാദിക്കണമെന്ന് വാശി കയറിയിട്ട് പിന്നെ ചെയ്യാത്തൊന്നും ഇല്ലെന്ന ആളുകൾ പറയുന്നത്. എന്തെല്ലാം കഥകളാണ്. ആളുകൾ കഥകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെന്ന്. മൂപ്പരെ ബാപ്പാനെ വെട്ടിക്കൊന്ന കോവിലകം വരെ വിലക്ക് വാങ്ങിച്ച ആളാണ്. ആ കോവിലകത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി പറയാതിരിക്കുകയാണ് ഭേദം. ആരാത്? രാഘവനല്ലേ? നിൽക്കൂ അവിടെ. അത്രയ്ക്ക് ധിക്കാരം കൊള്ളില്ലല്ലോ. നീ എന്താ കളിക്കുന്നോ? എന്താ നീ ധരിച്ചു വെച്ചിരിക്കണേ? മനുഷ്യനെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചതിക്കേ. എത്ര പ്രാവശ്യമാന്ന് വെച്ചിട്ടാ ചതിക്കുക? അഹങ്കാരത്തിന് ഒരു അതിരില്ലേ? നീ ആരാ? തച്ചാൽ വടിവേലോ? തനിക്കിത് എന്തിന്റെ കേടാ? താനോ? പിന്നെ ആരാ? ആനയോ? അത്രയ്ക്ക് അങ്ങോട്ട് വേണോ രാഘവ? എന്നെ വിളിച്ചെന്തിനാണെന്ന് പറ. എനിക്കങ്ങ് പോണം. പോലത്തെ തെങ്ങ് കയറാൻ വരാന്ന് പറഞ്ഞിട്ട്. എവിടെ കയറാനാ? ആകെ 5-8 പത്ത് തെങ്ങുണ്ട്. മാസത്തെ എത്ര പ്രാവശ്യം കയറണം? കേറാൻ വേറെ തെങ്ങില്ല രാഘവ. ആവശ്യമൊട്ട് തീരുന്നില്ല. അതെ, തെങ്ങിനോട് പറഞ്ഞാ മതി. എന്നോട് പറഞ്ഞിട്ട് എന്താ പുണ്യം? ആണ്ടിലും 365 ദിവസം കയറിയാലും പോലൊത്ത് തെങ്ങ് കയറി തീരില്ലായിരുന്നു. അതൊക്കെ പണ്ട്. വാസ്തവം. അശ്രീകരം. മുറ്റമടിക്കണ ചൂലുമായിട്ട് മുന്നിൽ വന്ന് നിൽക്കണ കണ്ടില്ലേ? ഞാൻ ഒളിച്ചു പിടിച്ചതല്ലേ. മൂട്ടിപ്പുറകെ വന്നിട്ട് എന്തിനാ നോക്കാൻ പോയത്? ഒളിച്ചു പിടിക്കണു. മുറ്റമടിക്കാൻ വരണ നേരം ഉച്ചയായി. ഇപ്പോഴെങ്കിലും വന്നല്ലോ. എന്ത് തന്നിട്ടാ? ഞാൻ പണ്ടേ ചെയ്യുന്ന ഒരു ജോലി.
അത് മരിക്കണ വരെ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. എന്ന് വെച്ച് ശകാരിക്കാനൊന്നും വരണ്ടാട്ടോ. നാണിയമ്മ ആരോടാ വഴക്ക്? മുറ്റം അടിക്കാൻ വരണത് ഇപ്പോഴാണോ എന്ന് രാമൻ നായർ ഒന്ന് ചോദിച്ചു പോയി. അതൊരു തെറ്റാണോ കൊച്ചമ്പ്രാട്ടിയെ? തെറ്റ് തന്നെയാ. വല്ലതും കൊടുത്തിട്ടാണോ ദിവസവും വന്നിങ്ങനെ അടിച്ചു വരുന്നത്? ഒരു മുജ്ജന്മ വാസന കൊണ്ട് ഇത് ചെയ്യണമെന്നാ നാണിയമ്മ പറയണത്. രാമൻ നായർക്ക് ഇതെല്ലാം അറിയാൻ കൊച്ചമ്പ്രാട്ടിയെ. ആ രാഘവനോട് തെഞ്ഞു കയറാൻ പറഞ്ഞപ്പോ അവൻ നിഷേധം പറഞ്ഞു. ആ വിഷമത്തിന് നടന്നു വരുമ്പോഴേക്കും നാണിയമ്മ ഒന്ന് മുന്നിപ്പെട്ടു. അതാ സംഭവം. എന്തിനാ രാഘവനോട് പറയാൻ പോയത്? കഴിഞ്ഞ ദിവസം എന്നെ നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു വിരുദ്ധൻ. കൊച്ചമ്പ്രാട്ടിയെ ചുറ്റിച്ചുവോ രാഘവനോ? പിന്നെ അല്ലാണ്ട് ആരാ? 5-6 അടയ്ക്ക നല്ലോണം പഴുത്തു കിടന്നു. കമുകിലേ അതൊന്ന് പറിച്ചു തന്നോളൂ രാഘവാന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞെന്നറിയോ? അത്രയും വലിയ കമുകി കേറാൻ പറ്റില്ല അത്രേ. പിന്നെ എങ്ങനെയാ പറിക്കാൻ ചോദിച്ചപ്പോ പറയാ, താഴെ നിന്ന് നല്ലോണം കൊതിച്ചാ അടയ്ക്ക താനെ താഴെ വരൂത്രേ. അത് പറഞ്ഞിട്ട് രാഘവൻ പോയി. ഞാൻ കൊതിച്ചു രാമൻ നായരെ, നല്ലോണം കൊതിച്ചു നോക്കി. അടയ്ക്ക വീണില്ല. എന്താ അത്? കൊതിച്ച വീഴില്ലേ? ദുഷ്ടൻ. ഈ പാവം കൊച്ചമ്പ്രാട്ടിയെ പരിഹസിച്ച് അവന് ദൈവം കൊടുത്തോളൂ. അത് പോട്ടെ, ഇന്ന് അച്ഛമ്മങ്ങൾക്ക് കഷായത്തിനുള്ള മരുന്ന് വാങ്ങേണ്ട ദിവസമല്ലേ? കുറിപ്പടി മടിയിലുണ്ട്. പക്ഷേങ്കില് മരുന്ന് കടയില് എല്ലാം കൂടി കൊടുത്തോളാന്ന് പറഞ്ഞോളൂ രാമൻ നായരെ. ശരി, പറഞ്ഞു നോക്കാം. അറിഞ്ഞ വിശേഷം വല്ലതും അറിഞ്ഞ? അല്ല, ഇതാരപ്പ കുറച്ച് കല്യാണി? അല്ല, മൂർത്തി കല്യാണി. ഇത് കേളന്ന് പുത്തമ്മാലയിലെ പെണ്ണ് പഠിക്കാൻ പോയി. ആ കൊട്ട താഴെ വെച്ചിട്ട് വർത്താനം പറ. താഴെ വെച്ചാലേ വായി വെച്ച് മുറുക്കാനൊക്കെയല്ല, മണ്ണ് വീഴും. ചുണ്ണാമ്പാ. പുത്തമ്മാളികയിലെ പെണ്ണ് പഠിക്കാൻ പോയിട്ട് എന്തായി അത് പറയും. എന്നാ പറയാനാണ്? പഠിത്തവും പരീക്ഷയൊക്കെ കഴിഞ്ഞ് പെണ്ണ് വീട്ടിൽ ചെന്നപ്പോ ദേ പെണ്ണിന്റെ വയറ്റിലൊരു കൊച്ചു. പെണ്ണറിയണ്ടേ? അതും ഇതൊക്കെ വലിച്ചിപ്പേ അറിയാണ്ട് വയറ്റി പോയതായിരിക്കും. വയറ്റിൽ പോയത് എങ്ങനെയാണെന്ന് പെണ്ണിനാടി എന്ന് ചോദിക്കണം. അവിടെ ദേ പെണ്ണിന്റെ അച്ഛനും അമ്മയും കൂടെ പെണ്ണിനെ എടുത്തിട്ട് അലക്കണം. ഹലോ, അത് വേണ്ടായിരുന്നട്ടാ. പണിക്കരത്യത്തിന്റെ മകൻ തുപ്പായി പോയി. വാർത്ത നമ്പർ 2. ഓ, ഉടനെ നമ്പർ ഇട്ടാ. ഭാര്യയും 2 മക്കളും വീട്ടിലുണ്ടേ. തുപ്പായിന്ന് വന്നപ്പോ ദേ കൂട്ടത്തിലൊരു പെണ്ണ്. ജടമെടുക്ക. ദേ ആ മാതള ഇങ്ങാട്ടടപ്പാ. ഒരു ചായ ഇട്. ആ, നല്ല കടുപ്പം വേണം. ആ, പാലും പഞ്ചസാരയും വേണ്ട. അത് തേയിലന്റെ വെള്ളല്ലേ? എന്തായാലും അതിങ്ങാട് തന്നേച്ചാ മതി. ഇത് ഏത് സിനിമാ നടിയാണപ്പാ? പൂരപ്പെണ്ണാണെന്ന് തോന്നണല്ലോ. ആ, ചിന്നമ്മേനെ കൊണ്ട് അന്തോണി വിളിച്ചോടിയിട്ട് എന്തായെന്ന് നോക്കട്ടെ. കടിഞ്ചായ പതുക്കെ എടുത്താ മതി. സൈനു, മോൾ ഇങ്ങോട്ടൊന്ന് നോക്ക്. ബാബ ഇപ്പൊ വരാം. അതിപ്പൊ ശരിയാക്കി കൊടുക്കാം. അവിടെ നിൽക്കുന്നാല് അവിടെ നിക്ക. അപ്പട്ടെ നിക്ക പറഞ്ഞ ഇങ്ങോട്ടയ്യോ. കള്ളം നായരെ, നിങ്ങൾ ഞമ്മളെയും പറ്റിച്ചിട്ട് ഓടുകയാണല്ലേ? ഒന്ന് അതുവരെ വന്നിട്ട് ഇങ്ങ് പോകാം. ഔചേട്ടെ പിടിവിട്ടോളൂ. ലക്ഷിക്കേണ്ടി കേട്ടോ. അത് നമ്മൾ രക്ഷിച്ചോളാം. നിങ്ങളൊന്ന് അതുവരെ വരി. അങ്ങോട്ട് ഇറക്കി. അത് ശരിയല്ല കേട്ടോ. ശരിയുണ്ട്. അങ്ങോട്ട് അങ്ങോട്ട് വലിയ വളഞ്ഞ നായരാവും കേട്ടാ. അങ്ങോട്ട് ഇറക്കി. ഇനി നമ്മൾ അടുത്ത കച്ചവടോ ചന്തയിലാണ്. ഒരു കാര്യം ചെയ്യാം, അതുവരെ വണ്ടി ഒന്ന് തള്ളിയാട്ടെ. തള്ളാനോ? ഞാനോ? ചായ കുടിച്ച പൈസ തന്നില്ലെങ്കിൽ നമ്മൾ നിയമം ഇതാണ്, വണ്ടി തള്ളിക്കല്. തള്ളിയാട്ടെ. ശിവ, ഞാൻ വണ്ടി തള്ളിയേ. വെറുതെ ചൂടാക്കണം തള്ളാൻ. ഇത് ചന്ദ്രശേഖരൻ തൊട്ടിയാട്ടോ. തോട്ടിയും ബക്കറ്റൊക്കെ പറഞ്ഞ് ഞാൻ പുഴയിലേക്ക് വലിച്ചോറി. വെറുതെ ചൂടാക്കണ്ട, തള്ളി അങ്ങോട്ട്. ഇത് കോലാത്ത ആനക്കാരനെ കൊണ്ട് വണ്ടി തെളിക്കാൻ പോവേണ. എന്നെ ഒന്ന് സഹായിച്ചോളൂ കല്യാണി. ഞാൻ തള്ളണ? അല്ല, ചായ കുടിച്ച വകയില് മമ്മൂക്കയ്ക്ക് അസാരം കടമുണ്ട്. അത് കൊടുക്കാൻ കോലൊത്ത പടിപ്പുറത്ത് എടുത്ത് വെച്ചിരിക്കുക. എടുക്കാൻ മറന്നുപോയി. അതിന് പകരം വണ്ടി തള്ള അത്രേ. എന്തുണ്ട് കടം? പറഞ്ഞോളൂ മമ്മൂക്ക, എത്രയാണെച്ചാ പറഞ്ഞോളൂ. 1.5 2 4 ഉറുപ്പ്യ. നേരല്ലായത് ശരിയാ കല്യാണി. മമ്മൂക്ക സത്യമുള്ളനാ. രൂപ എടുത്ത് പടിപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് നേര് തന്നെയാണോ? നേരാ കല്യാണി. ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് അവിടെ അങ്ങനെ വെച്ചിരിക്കുക. എങ്കി ഇപ്പൊ രൂപ ഞാൻ കൊടുക്കാം. കോലാത്ത് വരുമ്പോ എടുത്ത് തന്നെ.